3, 2. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പൂക്കളുടെ ലോകത്തേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുവാണേ. ചാരിറ്റിയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇന്ന് എനിക്കും ടീനയ്ക്കും ഓഫാണ്. ടീന ഒരുപാട് തിരക്കുള്ളതാണ്. എന്നാലും ടീന പറഞ്ഞു, ചേച്ചി നമുക്ക് കുറച്ച് നേരം ഒരു ഗാർഡനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഒരു വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുവാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ നിങ്ങൾ കാണാൻ പോണ പൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ ഒരു ലോകമാണ്. ഡിഫറെൻ്റ് നിറത്തിലുള്ള പൂക്കളും കായകളും പുഷ്പങ്ങളും ചെടികളും അതിൻ്റെ ഇലകളും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഞങ്ങൾ ആസ്വദിച്ചിട്ട് ഞങ്ങൾക്ക് മതി വരുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഓരോ പൂക്കൾക്കും ഓരോ ഇലകൾക്കും ഓരോ ചെടികൾക്കും അത്രമാത്രം ഭംഗി. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതൊരു റോസ് നിറത്തിലുള്ള മാഗ്നോലിയാണ്. നിങ്ങളൊക്കെ മാഗ്നോലിയ, സോറി പേര് മാറിപ്പോണ എൻ്റെ ടീനെ. അതെ കമേലിയാണേ. ഇതിന്റെ ഇത് കണ്ടോ, ഇത് ഒരു ഇളം റോസാണ്. ഇതിന്റെ ഈ റോസിന്റെ ഭംഗി നോക്കിയേ ടീന. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് പറയാൻ പറ്റും എനിക്ക്? സ്റ്റിഗ്മയാണോ? ഓക്കെ ഇതിനകത്ത് ഉണ്ടായിക്കണം. നോക്കിയേ എൻ്റെ ടീനെ ഒന്ന് ഒപ്പിയെടുത്ത ടീനെ ഒന്ന്. ടീന ഇട്ടിരിക്കുന്ന ഇത് ടോപ്പും ഇതിനോട് ചേരുന്നതാണേ, ഒപ്പിയെടുക്കാൻ. അതെ ഒപ്പിയെടുക്കാനായിട്ട്. ഹായ് ടീന. ടീന കുറച്ചുകൂടി അടുത്ത് നിന്നേ. ടീനയുടെ ആ ടോപ്പിന്റെ കളറും ഈ ഇതിന്റെ കളറും ഒരുപോലെയാണ്. താഴെ എന്തോരല്ലേ ടീന? താഴെ കുറച്ചങ്ങ് ചീത്തയായി, പക്ഷെ എന്നാലും ഉണ്ട്. ഞാൻ ഇന്ന് മുകളിലേക്ക് ഒന്ന് എടുക്കുവാണേ. കമീലിയ നാട്ടില് ഇതിന്റെ തൈകളൊക്കെ വിൽക്കുന്നതായിട്ട് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിരുന്നു. ഉണ്ടോ? നാട്ടില് കമേലിയ ഉണ്ടോ അറിയില്ല. ഒന്ന് പറയണേ. ആരുടെയെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടതായിട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഈ ചെടിയുടെ അപ്പുറത്ത് എന്തോരം പൂക്കളുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് പോയതാണേ. അപ്പം ഇറങ്ങി വരും. അപ്പുറത്ത് നിൽക്കുമ്പോൾ വിചാരിക്കും ഇപ്പുറത്താണ് കൂടുതലെന്ന്, ഇപ്പുറത്ത് നിൽക്കുമ്പോൾ വിചാരിക്കും അപ്പുറത്താ കൂടുതലെന്ന്. ടീന, ഇതിന്റെ എവിടെയാണ് കൂടുതൽ ടീന? എന്റെ ദൈവമേ, മേളിലാണ് കൂടുതൽ. അതിന്റെ ഇപ്പുറത്ത് ദേ വേറൊരു കടും ചുമപ്പ്. കടും ചുമപ്പ് നോക്കിയേ. അയ്യോ, എൻ്റെ മുട്ട് കണ്ടോ? ഇത് പക്ഷെ മൾട്ടി കളർ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ ടീന? ഇത് മൾട്ടി കളർ അല്ല. പക്ഷെ ഈ പൂവും ആ പൂവും തമ്മിൽ വ്യത്യാസമുണ്ട് ടീന. ഇത് നോക്കി, ഇതിന്റെ ഇത് കണ്ടതേ. ഓഹ്, ഇതിന്റെ എതള് നോക്കിയേ, അടുക്കി വെച്ച പോലത്തെ. ഇതെങ്ങനെയാ ടീന ഇങ്ങനെയൊക്കെ വരണേ? അയ്യോ താഴെ പോയി വരണം. പക്ഷെ ഇത് വെറൈറ്റി വേറെയാ. കണ്ടോ? ഇതിന്റെ എവിടെയാ കാണിക്കുന്നത്? കണ്ടോ? ഇത് വേറെ അല്ലേ? അത് വേറെ. അപ്പൊ ഈ കമേലിയയിൽ തന്നെ എത്ര സെറ്റ് അല്ലേ ഉള്ളത്? ഏകദേശം സെയിം ആണ്. അതെ. ടീനയുടെ ക്യാമറ അങ്ങോട്ട് തിരിക്കുവാണെങ്കിലേ ആ ഡാഫഡിൽസ് ഒരു ഷോട്ട് എടുക്കാം അല്ലേ? ചേച്ചി അങ്ങോട്ടേക്ക് നടന്നു. ഡാഫഡിൽസ് പല സ്ഥലങ്ങളിലും കഴിഞ്ഞു തുടങ്ങാറായി അല്ലേ ടീന? പക്ഷെ ഇവിടെ ഇച്ചിരി ബാക്കിയുണ്ട്. ഇവിടെ കുറച്ച് ബാക്കിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഓരോ പൂക്കളും എത്ര ഡിഫറെന്റ് വെറൈറ്റി അല്ലേ? ഇത് നമ്മുടെ കമ്മലൊക്കെ പോലെ അല്ലേ? ഒരു ജിമിക്കി, അതിന് മീതെ വേറൊരു സാധനം, ഡാഫഡിൽസിന്റെ കൂട്ടം. ഇത് ശരിക്കും ഒരു മെയിൻ റോഡിന്റെ സൈഡിലാണ്. സൗത്ത് ആംപ്ടൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത് മെയിൻ റോഡിന്റെ സൈഡിലുള്ള ഒരു പാർക്കാണ്. വലിയ പാർക്കാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് വിശ്രമിക്കാനും എന്താ പറഞ്ഞ ആനന്ദവേളകൾ ഉല്ലാസമാക്കുവാനായിട്ട്, വിശ്രമവേളകൾ ആനന്ദകരമാക്കുവാനായിട്ട്. മാറിപ്പോയി മക്കളെ. ഓക്കെ, അങ്ങനെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഉള്ള സമയം കൊണ്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അതെ. പറഞ്ഞു. ഇത് മുല്ലപ്പൂവാണോ റോസപ്പൂവാണോ പാലപ്പൂവാണോ എന്നറിയത്തില്ല. നോക്കി മക്കളെ, ഇതിൻ്റെ ഇതെല്ലാം ഉണ്ടല്ലോ താഴെ വീണെടുക്കുവാണേ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് മഴയുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത്ര ഫ്രഷ് അല്ല താഴെ, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിലേക്ക് നോക്കിയേ, നീല ആകാശവും ഈ പൂക്കളും കൊറേ പൊഴിഞ്ഞല്ലേ ടീന? വലിയൊരു മരം. മരത്തിന്റെ ചോട്ടിൽ നിന്ന് കാണിച്ചു, അതിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു. ഇതല്ലേ? എത്രയോ വർഷം മുൻപുള്ള മരമായിരിക്കും ഇത്. ഇത് തന്നെ ഒരു ഇതിൽ നിന്ന് തന്നെ പല ഇത് പോയിട്ടുണ്ട്. നമുക്കിതൊന്നും എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ, ഒരെണ്ണം കിട്ടുവന്നേ ടീന. കുലുക്കാൻ പോവാണോ മരം? 1 2 3. അയ്യോ, പറക്കണ്ട. കുലുക്കിയപ്പോ എല്ലാം കൂടെ ഒരാളവിടെ
ഒരു വാർത്ത ഒരു കമേലിയുടെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. വലിയൊരു ചെടി, ഇതിനകത്ത് നിറയെ പൂക്കള്. പൂമരം കണ്ട് ഓടി വന്നു. എന്താണ് ടീന പാട്ട്? ഇതിലൊക്കെ ഇതിന്റെ ഒരു ഭംഗിയാണ് ഇത്. ഒന്ന് താഴെ പോയിട്ടീനേ, അത് കുഴപ്പമില്ല, പോട്ടെ. താഴെ ഒരെണ്ണല്ലേ ഇതൊക്കെ ടീനേ കാണിക്കാൻ പറ്റുന്നുണ്ടേ. ഓ, ഞെറി പോലെ അല്ലേ? റോസപ്പൂവിന്റെ ഇതളുകൾ ഇതുപോലെയാണോ? ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ ഏതെങ്കിലും റോസ? താമര പോലെ ഉണ്ടോ ടീനെ? ഇതൊക്കെ ഒരു ഭംഗിയെ കാണാനായിട്ട് നിറയെ ഉണ്ട്. എനിക്കൊന്നൊരു 2 weeks കൂടി ഉണ്ടാവും അല്ലേ ടീനെ? അതെ അതെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പോകും. അതോടൊപ്പം തന്നെ അയലത്തെ സുന്ദരി പോലെ മഗ്നോലിയ, അത് നല്ല പിങ്ക്, ഇച്ചിരി കൂടി കളറുണ്ട് അല്ലേ? ഇച്ചിരി കളറുള്ള പിങ്ക്. അത് ഇത് ആ ആകാശത്തിന്റെ നിറം കൂടി ആകുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും പിന്നെ. താഴെ ഇതെല്ലാം വീണടക്കും അതിന്റെ. എന്നാലും ചേച്ചിയുടെ ഫേവറേറ്റ് ഈ കമീലിയ അല്ലേ? അതെ അതെ അതെ, എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടം. അത് കാണുമ്പോൾ തന്നെ അല്ലേ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതിന്. ചേച്ചിയുടെ ചുരിദാർ നല്ല രസമുണ്ട്. താങ്ക് യു. ജിലുമോള് കൊണ്ടെന്താ നാട്ടിൽ പോയി വന്നപ്പം. ജിലു ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. കൊണ്ടെന്താ വളരെ വില കുറവാണെന്ന് പറഞ്ഞു ജിലു. ചിക്കൻ കാരി അങ്ങനെയല്ല അതിന് പറയണേ, ചിക്കൻ കാരി വറുക്കുന്ന കളർ നല്ല രസമുണ്ടല്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോ മാഗ്നോലിയ തന്നെ ഇങ്ങനെ പടർന്നു കിടക്കുന്നു. ഇത് വേറെ മരമാണ്, സെയിം പാറ്റേണോ അല്ലേ? ഡിസൈൻ വ്യത്യാസമുണ്ട്. കമീലിയ, അടുത്ത കമീലിയ. അതെ അതെ, കുറേ ഉണ്ട് പൂക്കള്. ടീന ആ മാഗ്നോലിയുടെ അടുത്തേക്കൊന്ന് പോയ ടീന ഒന്ന് അവിടേക്ക്. എനിക്ക് എത്തൂലായിരിക്കും അല്ലേ? ആ, ടീനയുടെ കയ്യിൽ വലിയൊരു ടീന ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാ. ആ, ഞാൻ അവിടെ നിന്ന് എടുക്കാൻ ടീന അവിടെ നിന്നോ. എനിക്കൊന്ന് എല്ലാം ഇങ്ങനെ ഇതളുകളൊക്കെ പൊഴിയാറായതാന്നോണം അല്ലേ? താങ്ക് യു. അങ്ങനെ നമ്മള് പിന്നെയും കമേലിയ അല്ലേ? ഇതിന്റെ ഇത് വേറെ പാറ്റേണാ ടീനത്. ഇതെനിക്കൊന്ന് ചേച്ചിയുടെ വീട്ടിലുള്ള ചേച്ചിയുടെ വീട്ടിലുള്ള ഉള്ള കറക്റ്റ് കളർ അതല്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളത് ഇവരിട്ട് എടുത്തിട്ടില്ല. മോഹൻലാല് പറഞ്ഞ പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് അവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കമേലിയ പ്രാവശ്യം. ഇത് ഇനി ഉണ്ടല്ലേ, മുട്ടുകളുണ്ട് ഇനി വിടരാനായിട്ട്. നമ്മുടെ ഈ യൂട്യൂബ് കാണുന്ന ഒരു നാട്ടിൽ എവിടെയെങ്കിലും ഒരു കമേലിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അല്ലേ? ഉണ്ട്, ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലേ? ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടു, നഴ്സറിയിലൊക്കെ ഇങ്ങനെ പിങ്ക്, ലൈറ്റ് പിങ്ക്. ഇത് ബേബി പിങ്ക് അല്ലേ ടീനെ? ഇത് കാണുമ്പോൾ ശരിക്കും കുഞ്ഞ് ബേബി ബോൺ ഓർത്ത് പോകും. ഇല്ല, ഇത് വിടർന്നിട്ടില്ല. വിടർന്നതേ ഉള്ളൂ. പിന്നെ ശരിക്കും വെളിച്ചം വേണോ വിടരാനായിട്ട്? കമ്മിയിലേക്ക് വേണ്ട, സൺലൈറ്റ് കുറവാണേലും അവര് പൂവിടുന്ന പറയുന്നത്. കാരണം ഇത് മരത്തിന്റെ അടിയിലല്ലേ നിക്കുന്നത് ഇതൊക്കെ, എന്നിട്ട് ഇതളും കുറവാ. വേറെ എവിടെയാണ് ആൾക്കാരല്ലേ കാണാൻ? ഇങ്ങനെ ഇങ്ങനെ പാർക്കിൽ നിറയെ ഉണ്ട്. ശരിക്കും നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണല്ലോ ഇത്രയൊക്കെ കമേലിയയും മാഗ്നോലിയൊക്കെ ആസ്വദിച്ച് തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടങ്ങ് പോവായിരുന്നു. അവിടെ മൾട്ടി കളർ ടീനയുടെ ചുമപ്പും വെള്ളയാണോ? ചുമപ്പും വെള്ളയും പിങ്കാണോ? ചുമപ്പാണോ പിങ്കാണോ? രണ്ട് കളറാണ്. രണ്ട് കളറല്ലേ? എങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ അടിപൊളി. അതിൻ്റെ ഉള്ളിൽ സ്റ്റിഗ്മ ഒന്നിരിക്കുന്നു എൻ്റെ പേര്. നമ്മൾ പണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ പടം വരച്ചത് ഇതിനകത്ത് നമ്മൾ ലാബിലല്ലേ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തവർക്കറിയാം. ഇത് ഇതിലിച്ചിട്ട് വെള്ളം കൂടിയ കളർ. ശരിയാണല്ലോ. എല്ലാം ഡബിൾ കളർ. സൂപ്പർ. പൂക്കളുടെ ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ? എത്ര വർണ്ണിച്ചാലും മതി വരില്ല അല്ലേ? അത്രമാത്രം പാട്ടുകളല്ലേ പൂക്കളെ പറ്റിയിട്ട്. ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത് വരണം. ഇവിടെ എല്ലാം വീണ് നിലത്ത് താഴെ അതൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ അന്ന് പറഞ്ഞ പോലെ മുഴുവനായിട്ടേ വീഴുള്ളൂ. ഇന്നത് വീണതാണത്. വീണ് ചീഞ്ഞു പോവുള്ളൂ. എതള് പൊഴി. എതളല്ല അല്ലേ? ഇതിങ്ങനെ ഞെട്ടോട് കൂടിയിട്ട് വീഴും അല്ലേ?
വീണ പൂവാണെങ്കിലും ഭയങ്കര രസമായിരിക്കും. ആ ഇങ്ങോട്ടൊക്കെ വെള്ള കുട പിടിച്ച് നിൽക്കുന്നു. അത് മാഗ്നോലിയ അല്ലേ? മഗ്നോലിയ വേറൊരു ടൈപ്പ് അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ? അതിനെപ്പറ്റി അടുത്ത് തന്നെ പിങ്കിഷും. അതെ ചേച്ചി, ഇത് മറ്റേ ഷൈബി ചേച്ചിയുടെ വീട്ടിൽ അന്ന് പറഞ്ഞു. ഷൈബിയുടെ വീട്ടില്. അതെ അതെ അതെ, അത് തന്നെ. അത് ഞാൻ ഇട്ടായിരുന്നു ഷൈബിയുടെ വീട്ടിലത്. ഇത് ഒന്നും അല്ലാത്തൊരു ടൈപ്പ്. അങ്ങനെ ഇങ്ങനെ ചേച്ചി ഇങ്ങ് പോര്. അവിടെ കൂട്ടം കുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ട കാവടി പോലത്തെ. അത് തന്നെ അവിടെ നോക്കി കണ്ടത്. ഇങ്ങനെ മരം പോലെ ചെറിയ മരം അല്ലേ? ചെറിയ മരം നിറയെ പൂവ്. ഇത്രയും വലുതാവും. അതിന് അടി കയറുന്ന ചേച്ചി, അടി കയറി നോക്കി. ഒരു മരത്തിൽ ഇത്രയും പൂവുണ്ടാവുമെന്ന് ചേച്ചി. അവിടെ കയറി ഇരുന്നോ, ഒരു പായക്കിട്ടിരുന്നോ അവിടെ. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാമല്ലേ? മരത്തിന്റെ നമ്മുടെ പണ്ട് ഇങ്ങനെ പഠിക്കാനൊക്കെ ഈ മാവിന്റെ ചോട്ടിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടില്ലേ? പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ ഇരിക്കണോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മുടെ യൂണിഫോം ഇല്ലേ, അതുപോലെ തോന്നണം ഈ കളർ കണ്ടിട്ട്. നോക്കിയേ, ഡാഫഡിൽസ് ആണ്. ഇതിൻ്റെ ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ഈ മഞ്ഞ ബ്ലൗസും ഈ ഒരു കളർ സ്കേർട്ടും നോർത്ത് നോക്കിയേ. അതിങ്ങനെ നാണം കുടുങ്ങി നിൽക്കുന്ന കുറേ ഡാഫഡിൽസ് റോഡ് സൈഡിൽ അവർ നട്ടേക്കുന്നതാണ്. ടീനക്കുട്ടി തിരക്കായതുകൊണ്ട് പോയി, അതുകൊണ്ട് ടീനയില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയേ, നമുക്ക് സാരി ആക്കിയാലോ? മഞ്ഞ സാരിയും പച്ച ബ്ലൗസും എങ്ങനെ ഉണ്ടാവും? ഭംഗിയില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നോക്കട്ടെ ചേച്ചി. ഒരു മരത്തിൻ്റെ തണലത്തെ കുറേ സുന്ദരികൾ ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുവാണേ. അതെന്താണെന്നറിയാമോ ഞാൻ അങ്ങനെ പറയാൻ കാരണം? നോക്കിയേ, ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൂ. ഇത് ചെറി ബ്ലോസാണ്. ഉണ്ടോ? ഇന്ന് വെയിൽ കുറവാതുകൊണ്ട് ആകാശം നീലയല്ല, നിറയെ ചെറി ബ്ലോസ്. അതിൻ്റെ തണലിലാണ് നമ്മുടെ സുന്ദരികൾ വളരുന്നത്. അതിൻ്റെ തണലിൽ എന്താ ഭംഗിയല്ലേ? അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേ നോക്കിയാൽ ഇതെല്ലാം ഇങ്ങനെ ഉണക്ക കൊമ്പുകളായിട്ട് നിൽക്കുവാണേ. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പൂക്കൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. എന്താണെന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ 1, 2, 3, 4 മരങ്ങളുണ്ട്. അതൊക്കെ എന്തെങ്കിലും വരുമായിരിക്കും, കാരണം അതുമെല്ലാം ഇങ്ങനെ കൊച്ചു കൊച്ചു മുട്ടുകളുണ്ടേ. ചിലപ്പോൾ ചെറിയ ബ്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് വിടരുന്ന പൂക്കളായിരിക്കുമേ. പക്ഷെ അങ്ങേയറ്റത്ത് ഒരു സുന്ദരി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മാടി മാടി വിളിക്കുക, ചേച്ചി എൻ്റെ ഫോട്ടോയും കൂടി എടുക്കാമോ, എൻ്റെ വീഡിയോ കൂടി എടുക്കാമോ? ഞാൻ പഴയതാണ് കേട്ടോ, പഴയതായതുകൊണ്ട് ചേച്ചി എന്നെ എടുക്കാതെ പോവാണോന്ന്. കണ്ട പഴയ മരമാണേ. ഞാൻ പറഞ്ഞില്ലല്ല മക്കളെ, നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ. ഇത് നോക്കിയേ, എന്തോ ഒരു ഭംഗിയാണോ. ഒരു പിങ്ക്, നമ്മുടെ വേറൊരു വീഡിയോയിൽ ഞാൻ ടീനയിട്ടില്ല, ഒരു പിങ്ക്, അതിൻ്റെ ഒരു നിറം വേണ്ട. സൂപ്പർ സൂപ്പർ സൂപ്പർ. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടമായി കേട്ടോ. ആഹാ, ആടി കളിക്കുവാണല്ലോ, ഡാൻസ് ചെയ്യുവാണല്ലോ. ഇതൊക്കെ നൃത്തം ചെയ്യണുണ്ടോ? അവർ നൃത്തം ചെയ്യുവാണേ. ഇത് നിറയെ പൂത്ത് കിടക്കാണ് മക്കളെ, നോക്കിയേ. എങ്ങനെയായിരിക്കുമല്ലേ ഇലയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതല്ലേ. അതിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അതെ, കാറ്റത്തിങ്ങനെ പറക്കുക, ഇളം കാറ്റിൽ പറന്നു പോകുന്നു. ഇതാണ് എൻ്റെ വ്യൂ. ഉണ്ടോ? നല്ല ഇളം പിങ്ക് അല്ലേ. ഇങ്ങനെ കാറ്റത്തിങ്ങനെ വീണുകൊണ്ടിരിക്കുവാണേ. എന്ത് രസമാണ് കാണാനായിട്ട്. എന്തോരാന്നറിയാൻ പറഞ്ഞേ, നമ്മളിങ്ങനെ താഴേക്ക് ഇടാൻ പാടില്ലല്ലോ ഒരെണ്ണം പോലും. ബ്യൂട്ടിഫുൾ. നമ്മളങ്ങനെ എടുക്കുന്ന സമയത്തെ റോഡിൻ്റെ അപ്പുറത്തേനോട് ചോദിക്കുവാണേ, 3 മരങ്ങൾ ചോദിക്കുവാണേ, ലിസി ആൻറ്റി ഞങ്ങളെ കൂടി ഒന്ന് എടുക്കാമോ, ഞങ്ങൾ പാവങ്ങൾ റോഡിൻ്റെ ഇപ്പുറത്തായതുകൊണ്ടാണ് എടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് വിഷമിക്കണ്ട, ഇപ്പം തന്നെ വന്നെടുക്കാമെന്ന് പറഞ്ഞേ. നോക്കട്ടെ,
വണ്ടികളൊന്നും വരുന്നില്ല, സേഫാണ്. രണ്ട് സൈഡും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോവാണേ. അയ്യോ, എങ്ങനെ എടുക്കാതെ പോകുമല്ലേ? നോക്കിയാൽ എൻ്റെ ഭംഗി നോക്കി. ഇതൊരു 2-3 ദിവസം കൊണ്ട് ഉണ്ടാവുള്ളേ. ഇത് ഓൾമോസ്റ്റ് വിടർന്നും പൊഴിയിൽ സ്റ്റാർട്ട് ചെയ്തു. താഴെ വിരിഞ്ഞു കിടക്കുന്നതൊക്കെ, താഴെ അതിൻ്റെ ഇതളുകൾ കണ്ടോ? താഴെ 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 താഴെ. ഓ, ഇതൊക്കെ താഴെ കാണാൻ ഏറ്റവും ഭംഗി. ഉണ്ടോ? ഇതൊന്നും കൂടി എടുക്കട്ടെ. എടുത്തിട്ടും കൊതി മാറുന്നില്ല ചേച്ചിക്ക്. ടീനയും റാണിയൊന്നുമില്ല. ആകാശത്തിലുള്ള നക്ഷത്രങ്ങളും അതിലെ പക്ഷികളും അവരൊക്കെ പോകുമ്പോൾ ഇതിനെ കണ്ടിങ്ങനെ ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ? എന്ത് ഭംഗിയാണ് നിന്നെ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ മൊബൈൽ ഈ താഴേക്ക് ഇങ്ങനെ പോയാലോ, പതുക്കെ 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 കണ്ടോ, എല്ലാം ഇങ്ങനെ വാരി വിതറി കിടക്കുക. അങ്ങനെ പോയിട്ട് അടുത്ത മരത്തിൻ്റെ താഴെ തന്നെ കുറച്ച് പൂക്കൾ. താഴെ പൂക്കൾ, ഇവിടെ പൂക്കൾ, ഇവിടെ പൂക്കൾ. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകണം. പിന്നെ സെയിം ആ 3 മരമുണ്ട് ഇവിടെ. 3 സെയിം പ്രാവശ്യം നട്ടതാന്ന് തോന്നേ. കണ്ടോ? ഓ, ബ്യൂട്ടിഫുൾ. എന്താ ഭംഗി, എന്താ രസം. ഇനി നമുക്ക് സെയിം മറ്റേ മരത്തിനെ എടുത്തില്ലെങ്കിൽ അതിന് വിഷമാവില്ലേ അല്ലേ? അതിനെക്കൂടെ എടുക്കാം കേട്ടോ. രസമല്ലേ കാണാനായിട്ട്? പോകുന്നത് നടക്കുന്നത് വിഷമം. 1 2 3 മരങ്ങൾ. സൂപ്പർ. നടന്ന് തിരിച്ച് പോണ വഴിക്കേ ഇത് നോക്കിയേ, ഈ നീലച്ചോലകൾ ചേച്ചിയോട് പറയാം എന്നെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ. എന്തൊരു ഭംഗിയല്ലേ? ബ്ലൂ ബെൽസാണേ. ഇതിന് മുൻപൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലേ വീഡിയോയിൽ? ഇതിൻ്റെ ഒരു കളറല്ലേ? ഇതൊക്കെ എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ഒരു കളർ ഉണ്ടാവുന്നത്? ഇത് നിറച്ചുണ്ട്.